ഹലോ, ഞാൻ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 600 grams ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ റൈസ് പ്രിപ്പയർ ചെയ്യാം. സോ ഒരു പാത്രം വെച്ച് അത് നന്നായിട്ട് ചൂടാക്കുമ്പോൾ 1 tablespoon നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 ചെറിയ കറുകപ്പട്ടയുടെ ഇല, 1/2 teaspoon പെരുംജീരകം, 2 കറുകപ്പട്ട, 6 ഗ്രാമ്പു, 1 തക്കോലം, 1 കറുത്ത ഏലക്ക, 6 നോർമൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ഏലക്ക. ഇതെല്ലാം ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 1 to 2 minutes നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവോളയുടെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവോള നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവോളൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര കപ്പ് അരി എടുക്കുന്നുണ്ടോ അതനുസരിച്ച് വെള്ളം എടുക്കുക. ഓരോ ബ്രാൻഡ് അരിക്കും വേവ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലോണം കഴുകിയ ബസ്മതി അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊന്ന് ഇത്തിരി മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് ആ ചോറിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അതേപോലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. അപ്പോൾ ഈ ചോറൊന്നും ഒട്ടി പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ ചേർക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഞാനിവിടെ 800 grams ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ താരം. ഇനി ഇതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/4 teaspoon മുളക് പൊടി, 1/4 teaspoon കുരുമുളക് പൊടി, 1/4 teaspoon ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ലൈം ജ്യൂസ്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെമ്മീൻ നമുക്കൊരു 1/2 hour മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് നോർമലി വെക്കാറ്. ഇനി വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1.5 tablespoon ഇഞ്ചി ചതച്ചതും 1.5 tablespoon വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സവാളയും കാഷ്യൂനട്ട്സും റൈസൻസൊക്കെ ആദ്യമേ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ഒരു 2 tablespoons എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 minute നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് മാറിന് വരെ വഴറ്റണം. ഇപ്പം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയാലാണ് ശരിക്കും ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon ഗരം മസാല പൊടി ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം നന്നായി മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കാൻ ശ്രദ്ധിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉടങ്ങി പോകുന്ന പരുവത്തിലാവണം. അതുവരെ നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ പരിവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ചെമ്മീനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പോൾ ചെമ്മീനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഒരു 95% കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദം വെക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ പഴയ ഒരു ദോശച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ബിരിയാണി ദം ചെയ്യാനുള്ള വലിയ പാത്രം വയ്ക്കുക. നമ്മളിവിടെ ചെമ്മീൻ മസാലയാണ് ഏറ്റവും ബോട്ടം ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫുൾ മസാലയും നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കുക കുറച്ച്. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട്സ്, റൈസൻസും സവാളയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മലയിലും കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഒരു ലെയറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ്സ് നന്നായിട്ട് ദം ചെയ്തെടുക്കാം. 15 മിനിറ്റ്സിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറും കൂടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്